പുലി വരും. ആ പുലിനെ കണ്ടിട്ടുണ്ടോ ഇവിടെ? മറ്റേ പുള്ളിയായിട്ടുള്ള അത് മറ്റേ കടുവ വരുമോ? ശരി. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? കണ്ടു കഴിഞ്ഞാലൊരു 10, 30, 35 വയസ്സ് പോരല്ലേ? നമ്മളെ കണ്ടു നോക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം. ചെറിയൊരു വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒതുങ്ങിക്കൂടി താമസിക്കുന്ന കുറച്ച് ആൾക്കാർ. ഒരു 7-8 വീടുകളുണ്ടാവും. ആ ഭാഗത്തേക്ക് ഞാൻ പോകണത്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള മേൽവിലാസം എന്താണെന്നോ ഞാൻ ഈ വീഡിയോയിൽ പറയണില്ല. അത് പ്രശ്നമുള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ വീഡിയോ കണ്ടിട്ട് പലരും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. ഞാൻ തന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഹരി ഇവിടെ ഈ സ്ഥലം കൂടുതൽ അറിയുന്ന ഒരാളാണ്. ഇത് നീലഗിരിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഹരീനെയും പിന്നെ ജഗദീഷ് ക്യാമറ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഇവിടെ എപ്പോഴും ആനിമൽസ് ഉണ്ടാവും, അതായത് കാട്ടാനുണ്ടാവും, മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അത്ര സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുമാത്രമല്ല നമ്മൾ പോകുന്നത് മൃഗങ്ങളെ കാണാനോ വനം കാണാനോ ഒന്നുമല്ല. നമ്മൾ ഈ വനത്തിലൂടെ ദൈനംദിനം ഇവിടെ യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നൊക്കെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരോട്, പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്നത്, അവരെ കാണാൻ വേണ്ടിയിട്ടും അവരുടെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഞങ്ങളങ്ങോട്ട് കയറി. അപ്പോൾ ചെറിയൊരു റോഡല്ല, ഒരു വഴിയുണ്ട്. നമ്മൾ ഇവനെ വിളിച്ചാണ്. ഇവന് ഈ ബൈക്ക് ഇതിലൂടെയൊക്കെ കൊണ്ടുപോകുന്ന ആളാണ്. അപ്പം ശരി, അവൻ്റെ കൂടെ പോകാമെന്ന് വെച്ചാൽ അവൻ സെറ്റ് ചെയ്ത് അവനൊരു സമയം കിട്ടിയപ്പോൾ കൂട്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ നമുക്ക് പോവാം. ഹരി ആൻഡ് ജഗദീഷിനെ മുമ്പ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവരെയും കൂട്ടിയിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേര് പറയാത്തിന് ഐ എം വെരി സോറി. അത് അഡ്രസ്സും സ്ഥലമൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, നമ്മളല്ലേ പോയത്? ആനപ്പിണ്ടം ഇഷ്ടംപോലെ ഉണ്ടല്ലേ? ഉണ്ടാവോ സാധനം? നോക്കി പോകണ്ടോ? അതൊക്കെ ഫുൾ പിന്നെ തേനോ? തേൻ, കാട്ടു തന്നെ. പോലെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു മട്ടായിട്ടുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വീടുകളുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വെള്ള ടാങ്ക് കാണുന്നതിൻ്റെ സൈഡിലൂടെ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വീടുകളുണ്ട്. അങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ മഴക്കാലത്തൊക്കെ എന്തോരം റിസ്ക് ആയിരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഇതിലൂടെ നടന്നാൽ ഇപ്പോൾ കാലിൽ അട്ട കയറും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ എത്തും ഉടനെ. നമുക്ക് താഴത്തെ ഏരിയക്ക് പോകാം. ഇവിടെ ഒരു വീടുണ്ട്, അതിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ചെറിയൊരു ഇവിടെ ഒരു കുടുംബം, ഒരു ഫാമിലികളിലൂടെ 4-5 വീടുണ്ടോ? ശരി. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ടാ? അപ്പുറത്ത്. ഓക്കെ. ഇവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിലെ ആൾക്കാരാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരിവിടെ കൊത്തും കിളക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഹായ്. എന്താ മോനെ?
ചേച്ചിന്റെ പേരെന്താ ചേച്ചി? അല്ലല്ല, പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, നീ പേടിക്കല്ലേ, വാ. ഇല്ലല്ല, ഞാൻ ഓഫാക്കി. നിർത്തി നിർത്തി നിർത്തി. ഞാനില്ലാന്നോ? എന്താന്നോ? ഇല്ലടാ, ഒന്നും ചെയ്യൂലടാ. ഇത് 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 ഫോണാണ്. ഫോണ് കണ്ടിട്ടില്ലേ? ഫോണ് തൊട്ട് നോക്കാം, തൊട്ട് നോക്കാം. ഇത് തൊട്ട് നോക്കാം. ഹായ്, ഫോണ്. നിന്നെ കാണണോ? ആരാണ്? നിന്നെ കാണണ്ടോ? കണ്ടോ? ടാറ്റോട്. പേടിയാണ്. ചേച്ചിന്റെ പേരെന്താ? ഷണ്ണ. ഇത് പേരക്കുട്ടിയാ? പേരക്കുട്ടി. അത് മകന്റെ കുട്ടിയാ മകളെ കുട്ടിയാ? മകളെ കുട്ടിന്റെ കുട്ടി. ഓ, പേരക്കുട്ടിന്റെ കുട്ടി. മകളെ കുട്ടി, പേരക്കുട്ടിന്റെ കുട്ടി അല്ലേ? ശരി. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? കണ്ടു കഴിഞ്ഞാലൊരു 10, 30, 35 വയസ്സ് പോരല്ലേ? 40 വയസ്സ് ഉണ്ടാവില്ലേ? 40 ഉണ്ടാവില്ല അല്ലേ? ഉണ്ടാവോ? ആ, വയസ്സ് കൃത്യമായിട്ട് അറിയില്ല അല്ലേ? ഒരു ഓർമ്മയില്ല. എന്താ? അത് ശരി. കാര്യം തന്നെയാണ്. അണ്ണി എന്ന് പറഞ്ഞ ചേച്ചി, അവരെ മക്കളും പേരക്കുട്ടികളൊക്കെ കൂടെ ജീവിക്കുന്ന വീടാണിത്. അവരുടെ വയസ്സൊന്നും അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇവർ അങ്ങനെ ഒന്നും കണക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മക്കളാവണം. അങ്ങനെ അവരങ്ങനെ ജീവിച്ചു. അപ്പോൾ വയസ്സ് എന്തായാലും ഒക്കെ ഒരു 75-ൻ്റെ മുകളിൽ എന്തായാലും വയസ്സുണ്ട്. 75-80 വയസ്സൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ഹെൽത്തി ആയിരിക്കും. കാരണം ചെറുപ്പം മുതലേ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വയസ്സായി എന്നുള്ളൊരു ഫീൽ പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ജീവിത രീതിയാണ്. അപ്പം ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ അവരോട് കൊത്തി കളച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മളെ വീട്ടിലുള്ള ഉമ്മമാരൊക്കെ ആ പ്രായത്തിൽ ഇങ്ങനെ കൊത്തിക്കണക്കൊന്നും ചെയ്യില്ല. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. ഇനി നമുക്ക് ആ വീടിൻ്റെ ഭാവം ഒന്ന് കാണാം. താമസിക്കുന്ന വീടാണിത്. 2 വീടുകളുണ്ട്. ഇത് ഗവൺമെൻറ്റുകാർക്ക് കെട്ടിക്കൊടുത്തിട്ടുള്ള വീടാണ്. ഇവിടെ ഒരു വീട്, പഴയ വീട്, ഇവർ താമസിക്കുന്ന പഴയ വീടാണ്. ഇതിൻ്റെ പരിസരത്ത് മറ്റൊരു വീടുമായിട്ടുണ്ട്. ഇവിടെയാണ് ഇവർ താമസിക്കുന്നത്. ചേച്ചീൻ്റെ പേരെന്താ പറഞ്ഞാൽ? മൈക്കാണ്, ശബ്ദം കേൾക്കാൻ വേണ്ടി. മീനാക്ഷി. വീട് ഇതാണോ? വീട് അപ്പുറത്തോ? നിങ്ങളെ വീട് ഇവിടെ അല്ലേ? അത് ശരി. അത് ശരി. നിങ്ങൾ ഗസ്റ്റായിട്ട് വന്നല്ലേ? ചോറ് അരിയൊക്കെ ഇടാനുള്ള പരിപാടിയാണ് അല്ലേ? അതെ അതെ. ഇവിടെ ആനയും പുലിയൊക്കെ വരില്ലേ? എല്ലാവരും. പേടിയില്ലേ? പേടിന്നിട്ട് എവിടെ പോകണം? പേടിച്ചിട്ട് എന്താ കാര്യമല്ലേ? എവിടെ പോവാൻ? എവിടെയും പോകാനില്ല. ഓക്കെ. ടാറ്റ. അപ്പം അവൻ ശരിയായില്ലേ? പേടി. മഴ ശരിക്കും പോയോണ്ടല്ലേ? മഴ കഴിഞ്ഞോ? ചിലപ്പോൾ ഉച്ചൻ്റെ ദിവസം ഇങ്ങനെ മഴ പെയ്താൽ എങ്ങനെയാണ് ഇവരൊക്കെ അങ്ങോട്ട് പോകും വരൊക്കെ ചെയ്യാം? അട്ടയില്ലേ? ആന പിന്നെ അവർക്ക് വലിയ വിഷയം ഉണ്ടാവില്ല. അവർക്ക് കണ്ട വഴി മാറി പോവുകയും ചെയ്യും. ഒന്നും പ്രശ്നമൊന്നുമില്ല. വഴി ഉണ്ടടാ, പോവോ? ഞാനെങ്ങാണ്ട് തന്നെ ഇരിക്കുന്നല്ല, ട്രിപ്പിൾസിൽ പോകണോണ്ടേ ചെറിയൊരു വൈക്ലഭ്യം.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് അടുത്തൊരു സ്പോട്ടിലേക്ക് എത്തി. ഇവിടെ കുറച്ച് വീടുകളുണ്ട്, കണ്ടില്ലേ? ഈ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിലുള്ളത്. നമ്മളതിൽ ഇറങ്ങിയല്ലോ, തിരിച്ച് കയറൂലേ? അത് കുഴപ്പമില്ല, തിരിച്ചേ ഒരാൾ സിംഗിളിൽ പോയാലും മതി. നമ്മൾ വേറെ വഴിക്ക് പോവാ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം ഫോറസ്റ്റ്, അതായത് ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ ഒക്കെ ഒരുപാട് ആനക്കൂട്ടങ്ങൾ വരാറുണ്ട്. ആനക്കൂട്ടങ്ങളൊക്കെ പകലെ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ താഴെയൊക്കെ കാണും. ഇവിടെയൊക്കെ എന്തായാലും കുറച്ച് നേരം നോക്കി എന്നാൽ കാണാൻ പറ്റും. ഈ കിടക്കുന്നത് കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റിട്ടേൺ പോകുന്ന സമയത്ത് ഈ വഴിക്ക് വേണം പോകാൻ. ഈ നേരെ പോയി കഴിഞ്ഞാൽ കാട്ടിൻ്റെ അകത്തൂടെയാണ് പോവുക. നമുക്ക് ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ ആണ് പോയിട്ട്. അപ്പം ഞാൻ ഒറ്റക്കാണെങ്കിൽ എന്തായാലും പോകില്ല. ഇവർ 2 പേരുള്ളതുകൊണ്ട് മാത്രമാണ്. ഇവർക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് ഇവിടുത്തെ ആളുകളുടെ നമ്പറും ഒക്കെ ഉണ്ട്. പോത്തേത് നമ്മുടെ നാട്ടുപോത്തല്ലേ? കാട്ടിയോ? കാട്ടിയാകില്ലല്ലേ? ഈ മരത്തിൻ്റെ അടിയിൽ നിന്ന് അന്ന് നമ്മളെ ഹരി ആനകൾ നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഒന്ന് കിടക്കുക ഇരിക്കുക അല്ലല്ലേ, താഴെ കുഴിയിൽ നിൽക്കുക അല്ലേ? 2 കുട്ടികളും പിന്നെ ഒരു വലുതുമാണത്. ഇവിടെ ഇപ്പോഴും ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ പോയാൽ ഉണ്ട്, കുറച്ച് അപ്പുറത്തുണ്ടാവും. ഇവിടെ മൊത്തത്തിൽ അതിൻ്റെ ഒരു മണമുണ്ട്. ആന ഉണ്ടാവും. ഇതാണ് ലൊക്കേഷൻ. കരടി ഉണ്ട്. കരടീനെയൊക്കെയാണ് പേടി. ആന നമുക്ക് പിന്നെ എപ്പോഴും അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണ് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ? അവരൊക്കെയാണ് സുഖജീവിതം ജീവിക്കുന്നത്. അല്ല, അത് ശരിയാണ്. പക്ഷെ അത് ഒരു പേടി. രാത്രിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് പോകേണ്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? പുറത്ത് കൊണ്ടുവന്ന മഴക്കാലത്തൊക്കെ നേരത്തെ വരും എല്ലാവരും വീട്ടിലേക്ക്. ആന പറഞ്ഞാൽ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങൂല അധികം. ഇപ്പോൾ ഇവിടെ ഉള്ള വീട്ടുകാർ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ ഇവർ കൃഷി ചെയ്യുന്നതാണ്. പിന്നെ ആനയും പുലിനും ഇവർക്ക് വലിയ ഭയമൊന്നുമില്ല. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ ഇതിന് ഒരു നല്ല സേഫ്റ്റി ആയിട്ട് വേലിയിടണം. അങ്ങനെയുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതാണ് വീട്. വീടിൻ്റെ മുൻവശത്തൂടെ പോകാം. ഇത് ബാത്റൂം അല്ലേ? കുളിമുറി. പട്ടിക്ക് പേടിയുണ്ട്, എന്നാൽ കുരക്കും ചെയ്യും. അതുകൊണ്ടോ ഇതിന് മുകളിൽ ഒരു കാപ്പി കൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. കാപ്പിയുണ്ട്, സിൽവർ റോക്ക് മരത്തൈകൾ വെച്ചിട്ടുണ്ട്, മരമുണ്ട്. പിന്നെ ഇവിടെ വേലിയിട്ട് അതിൽ വെച്ചിരിക്കുന്നു. ഇവിടെ അതിൻ്റെ അടിയെല്ലാം മണ്ണെല്ലാം ചെത്തിക്കോരി അതിന് കൃഷിക്ക് നല്ല അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പേര് ഇതിൻ്റെ ഉള്ളത്ത് കൃഷി ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ദ്വീപ് പോലെയാണ് ശരിക്കുള്ളത്. ഇതിന് ചുറ്റുഭാഗം കുന്നും മലകളാണ്. അതായത് പുൽമേട്, മൊട്ടക്കുന്ന് വരെ. ഈ കുറച്ച് ഭാഗം മാത്രം പിന്നെ ഇങ്ങനെ പച്ചപ്പ്, അതായത് കാപ്പി തോട്ടം മറ്റൊക്കെ ആയിട്ട്. പത്ത് ദിവസം കൂടി അതിനൊക്കെ വന്നാല് ഇത് ഒരു നായിൻ്റെ ഇതിപ്പോൾ പെറ്റതോ തോന്നുന്നല്ലേ? എത്ര പ്രായം ഉണ്ടായിരുന്നു? 1 മാസം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവില്ലേ? എത്ര ആയിട്ടുണ്ടോ? 1 മാസം? ഇത് എത്ര ദിവസമായിട്ടുണ്ടാവും? അരി ഇതിനിപ്പോ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. 1 മാസമായിട്ടുള്ളൂ അല്ലേ? അല്ലാതായോ? 2 മാസം ഉണ്ടാവോ? 2 മാസം പ്രായമുള്ള കുട്ടികളാണ് പട്ടി.
ഞങ്ങൾ ഇടങ്ങാറായിക്കണം അതിനെ വെച്ച്. ആന പേടിയില്ല? അതിന്റെ പാട്ട് പോകും. ഞങ്ങൾ ആന നിങ്ങളൊന്നും ചെയ്യൂല? നമ്മൾ അതിനെ ചോദിക്കാൻ പോകുന്നുണ്ട്. എവിടെ ഇവിടെ മുറ്റത്തൊക്കെ വരുമോ? ഇതിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾ കുറേ കൃഷിയൊക്കെ ചെയ്യണ്ടല്ലോ, അതൊക്കെ എങ്ങനെ നിൽക്കുമോ? കൃഷിയൊക്കെ ചവിട്ടി നാശാക്കൂലേ? നാശാക്കും. അതെ, ശരി. വേറെ എന്തെങ്കിലും വരുമോ? ഈ പുലി പുലി വരുമോ? ആ പുലിനെ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഇത് മറ്റേ പുള്ളിയായിട്ടുള്ള അത് മറ്റേ കടുവ വരുമോ? വരെ അത് കുറവല്ലേ? ഇതാരെ മകനാ? ബായ്. അവിടെ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? കാപ്പി. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ വീടുകളും മറ്റുമൊക്കെ. ഇവർ സ്വയമായിട്ട് കെട്ടിയുണ്ടാക്കുന്ന വീടുകളും ഒക്കെ ആണെങ്കിൽ അവർക്ക് അത് സേഫ്റ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനറിയാം. പക്ഷേ ഇങ്ങനെ നമ്മൾ സർക്കാർ കെട്ടിക്കൊടുക്കുന്ന വീടുകളുണ്ടല്ലോ, ഇത് ഒന്നാമത് പണി തന്നെ ഭയങ്കര മോശമായിരിക്കും. ഒരു തട്ടിക്കൂട്ട് പണികളായിരിക്കും മിക്ക പണികളും. പിന്നെ മാത്രമല്ല ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇരിക്കുന്ന വീടുകളെല്ലാം ചോർന്നൊലിക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഇതുപോലെ ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാ സ്ഥലത്തും ഇതേ പ്രശ്നങ്ങളെല്ലാവരും ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതേ സെയിം വീടുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം ഒരേ സിറ്റുവേഷനായിരിക്കും. നമ്മളിപ്പോൾ അത് കാണില്ല. നമുക്ക് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു കൂടെ ഉള്ള വേറൊരു വഴിയുണ്ട്, അതിൽ കൂടെ കുറച്ച് ദൂരം പോയി നോക്കാം, എന്താ കാണാൻ നോക്കാമല്ലോ. എടാ കുട്ടാ, ഇവിടുത്തെ ഇവിടുത്തെ അമ്പലമാണ് ഈ കാണുന്നത്. ഇതിന് മേൽക്കൂരകളൊന്നുമില്ല. കറക്റ്റ് ആ ഒരു എല്ലാ വർഷവും ഉത്സവം നടക്കുന്ന സമയത്താണ് ഇവിടെ കാര്യപരിപാടികളൊക്കെ ഉണ്ടാകുക. അന്നേരം ഇവർ ഇവിടെ പ്രതിഷ്ഠ കൊണ്ടുവന്ന് വെക്കുമായിരിക്കും അല്ലേ? പ്രതിഷ്ഠ കൊണ്ടുവന്ന് വെക്കും. അല്ലാത്ത സമയത്തൊന്നും ഉണ്ടാവില്ല. അല്ലാത്ത സമയത്തൊന്നും ഉണ്ടാവും. ഇങ്ങനെ കേൾക്കും. ആ ഒരു ദിവസം മാത്രമേ. പിന്നെ വിശേഷ ദിവസങ്ങളിൽ പൂജ ഉണ്ടാവും. പൂജ ഉണ്ടാവും അല്ലേ? അപ്പം ആ പൂജൻ്റെ ദിവസം എന്തെങ്കിലും വിഗ്രഹങ്ങളൊക്കെ പരിപാടി, പിന്നെ അവരിൻ്റെ ഒരു കൊട്ട് അതൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഫാഷൻ ഫ്രൂട്ട് എവിടെ അതിൻ്റെ അവിടെ താഴ്ന്ന വരുന്നത്, അതിന് മേലെ പടർന്ന് പിടിച്ച് അല്ലേ? ഫാഷൻ ഫ്രൂട്ട് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്. തോട്ടമായത് കാപ്പി താഴെ വരുന്നുണ്ടല്ലോ കാപ്പി അല്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല. ആടൊക്കെ വളർത്തുന്നുണ്ടല്ലേ? ഇത് വിൽക്കും ഇതിന്? ഉള്ളിൽ കുറേ ഉണ്ടോ? എത്ര ഉണ്ട്? 5-6 പോരാ, 10 ഉണ്ട്. ആഹാ, ഇത്രയും സാധനം ഉണ്ടോ അവിടെ? അവിടെ പുലി നേരിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ വളർത്താൻ സെറ്റായിട്ടുണ്ടോ? പിടിച്ചിട്ട് പോലെ കാവലൊക്കെ ശരി. ഇവിടെ ആടൊക്കെ വളർത്തുന്നുണ്ടോ അവർ? കണ്ടില്ലേ, ഈ കൂട്ടിൽ ഇത്രയും ആടുണ്ട്. നരിയും പുലിയൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ഇവർ സേഫ്റ്റി ആയിട്ട് നോക്കിയിരിക്കും, കാവലിരിക്കും. അല്ല കയറി പോവോ മൂന്നാള്? കയറി, ഞാൻ കയറി. നമ്മളിന്ന് പോകാനുള്ളൊരു വഴി ഇതുവഴിയാണ്. അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇറങ്ങി പോകുന്നത്. ഇതിൻ്റെ അകത്ത് ആന എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സ്പോട്ട് ചെയ്യും. പക്ഷെ ഇത് വണ്ടി വരുന്ന വഴിയാണ്. ഇവിടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരുന്ന വഴി ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, വഴിയാണ് ഇതിപ്പോ അല്ലേ?
മഴക്കാലത്ത് എന്തായാലും പറ്റില്ല. അപ്പോൾ വെട്ടി റെഡി ആക്കിയിട്ട് പോകുന്നത് വഴി വെട്ടിയില്ലേ? മാനല്ലേ? കണ്ടോ? വിശ്രമിക്കുക, കിടക്കുന്നു. നമ്മളെ കണ്ടപ്പോൾ എണിച്ചു. അടക്കാണ് കിട്ടുന്നത്. പക്ഷെ കൂട്ടം മാനൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഉണ്ടാവോ? കൂട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത്ര നേരെ ഭാഗം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നിന്ന് അരി വരുമ്പോൾ ഇറ്റ അടിച്ച് സാപ്പാടാക്കുമായിരിക്കും അല്ലേ? നമ്മളെ കണ്ടു, നോക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുകയാണ് നമ്മൾ അല്ലേ? നമ്മളെന്തേലും അതിൻ്റെ കുട്ടിയെ തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ ഇവരെ കിട്ടിയ കൊണ്ട് അവിടെ നിന്ന് പോകുന്നൊരു അവസരം കിട്ടിയപ്പോൾ വന്നതാണ്. അപ്പോൾ ഇവർ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ നീ? കൊടൈക്കനാൽ റിസോർട്ട്. പിന്നെ നീ പോകണ ഇടയ്ക്ക്? ഓക്കെ. കൊടൈക്കനാൽ റിസോർട്ടിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. ജഗദീഷ് അവിടെ പോകാറുണ്ട്. അപ്പോൾ ഇവർ എന്തെങ്കിലും ഇവിടെ വരുമ്പോൾ നമ്മളങ്ങനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഫ്രീ ആണെങ്കിലും ഇങ്ങനെ കാണാം. ഇനി ഇവർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പോട്ട് ഉണ്ട്, ഒരുപാട് പോകാൻ പറ്റുന്ന സ്പോട്ട് ഉണ്ടെങ്കിൽ വിളിക്കാറുണ്ട്. അപ്പോൾ പോവാം. ഓക്കെ കേട്ടോ, ബൈ. അപ്പോൾ അടുത്ത പ്രാവശ്യം വിളിക്കണം കേട്ടോ, കാണാം. ജഗദീഷ്, ഓക്കെ ബൈ.